ഇന്ന് നമുക്ക് നല്ല ചാളക്കറി, നല്ല നാടൻ ചാളക്കറി ഉണ്ടാക്കുന്ന പരിചയപ്പെടുത്താം. ചാള കഴുകി വെച്ചേക്കുന്നു. അതിനുള്ള ഇൻഗ്രീഡിയൻറ്റ് ഉപ്പ്, പിന്നെ ഉലുവ, വെളിച്ചെണ്ണ, പിഴുപുളി കഴുകിയത്, കഴുകി വെള്ളം വെച്ചേക്കുന്നു. പിഴുപുളി ഉണ്ടെങ്കിലും മുളക്, ബ്ലാക്ക് പെപ്പർ, മഞ്ഞൾപ്പൊടി, തക്കാളി, മുളക് കീറിയത്, വെളുത്തുള്ളി, കറിവേപ്പില, കൊച്ചുള്ളി കീറി വെച്ചേക്കുന്നു. പിന്നെ ചട്ടി, നമുക്കിത് ചട്ടിയിലുണ്ടാക്കാം. ചട്ടിയിലാണ് അതിൻ്റെ ഒരിത്. ചട്ടി കഴുകി അടുപ്പിൽ വെക്കുന്നു. അടുപ്പിൽ വെച്ച് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഞാൻ 2 തവിയാണ് ഇരിക്കുന്നത്. 2 തവി വെച്ചിട്ട് ആ വെളിച്ചെണ്ണ ചട്ടിയിലൊന്ന് ചൂടാവുന്ന ടൈമിൽ നമുക്ക് അതിലോട്ട് ചൂടായി വരുമ്പോൾ കടുകിടാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്കതിലോട്ട് കടുകിടാം. കടുക് ഇട്ടു. കടുകിട്ടും തിളയ്ക്കുന്ന എണ്ണയിൽ നിന്ന് ചട്ടിയിലാകുമ്പോൾ നല്ല ഇതായിരിക്കും. തിളയ്ക്കുന്ന ഒരു എണ്ണ തിളയ്ക്കുന്നൊരു ഭാഗമാകുമ്പോൾ നമ്മൾ കടുകിട്ടു. കടുക് പൊട്ടുമ്പോൾ നമുക്ക് ഇച്ചിരി പൊട്ടറാകുമ്പോൾ ഇച്ചിരി ഇടുക. അതിലോട്ടിടാം. ഉലുവയും ഇട്ട് വെളിച്ചെണ്ണയും തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് ഇളക്കാം. നമുക്ക് കാണാൻ പറ്റും തിളച്ചൊരു വരുമ്പോൾ. അതിലിട്ട് നമുക്ക് വെളുത്തുള്ളി ഇടാം. കുരുമുളകല്ല, വെളുത്തുള്ളി, കറിവേപ്പില, മുളക് കീറിയത്, കൊച്ചുള്ളി. നമ്മൾ എടുത്ത് വെച്ച് പാകത്തിനെല്ലാം എടുത്ത് വെച്ച് 4 മുളക് പൊടി കീറി, 4 ഒരു പച്ചമുളക് കീറിയത്, 4 വെളുത്തുള്ളി, പിന്നെ 4 വെളുത്തുള്ളി കൊണ്ടാണ് കീറിയത്, പിന്നെ കൊച്ചുള്ളിയും ഇട്ട് എല്ലാം കൂടിയിട്ട് ഉലുവ, കുറച്ച് ഉലുവയും എല്ലാം കൂടിയിട്ട് നമുക്ക് ഇതിനകത്തിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഒന്ന് വരട്ട് വേണം. നമുക്ക് മിക്സ് ചെയ്തൊന്ന് വരട്ടുന്ന ടൈമാകുമ്പോൾ നമുക്ക് വരണ്ടൊന്ന് വരും. വരണ്ട് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇടുമ്പോഴേ ചട്ടിയിലൂടെ ആകുമ്പോൾ പ്രത്യേക സ്വാദായിരിക്കും ചാളക്കറിക്ക്. അതൊന്ന് വെന്ത് നല്ല ഒരു വരണ്ട് എണ്ണയൊക്കെ അതേ പിടിച്ച് വരണ്ട ടൈമിൽ നമുക്ക് അതിലോട്ട് തക്കാളി, ഒരു തക്കാളി കീറി നമുക്ക് ഒരു തക്കാളി വരുന്നുണ്ട്. ഒരു തക്കാളി കീറി അതിലോട്ടിടാം. ഒരു തക്കാളി കീറി അതിലോട്ടിട്ട് നമുക്ക് അതിലൂടെ മിക്സ് ചെയ്ത് ഇളക്കാം. അതിൽ മിക്സ് ചെയ്ത് കുറച്ച് 2 സെക്കൻഡ് ഇളക്കുക. 2 സെക്കൻഡ് ഇളകി കഴിഞ്ഞ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇളക്കുക. അതുപോലെ എണ്ണയിൽ തന്നെ മൊരിയുന്നൊരു നല്ല മൊരിയുന്നൊരു ഇതാകുമ്പോൾ നമുക്കതിലോട്ട് മുളക് പൊടി ഇടാം. മുളക് പൊടി 1 ടീസ്പൂണാണ് ഇടുന്നത്. പാണ്ടി മുളക് ഇടാം, കാശ്മീരി ഇടാം. ഞാൻ പാണ്ടിയാണ് ഉപയോഗിക്കുന്നത്. 1 ടീസ്പൂൺ മുളകും 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ മുളകാണ് ഇട്ടത്. പിന്നെ മല്ലിപ്പൊടി ചെറിയ സ്പൂണിൽ 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ ഇട്ടാൽ മതി. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാൻ ഈ 2 കുറച്ചുകൂടെ ചേർത്ത് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ 1 ടീസ്പൂണാണ് എടുത്തുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി പാകത്തിന് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് ഇളക്കുക. നല്ല മിക്സ് ചെയ്ത് തട്ടുകയാണെങ്കിൽ നമ്മളത് പിഴുപുള്ളി കലക്കിയിട്ട് വെള്ളം ഉണ്ടായിരുന്നു. പിഴുപുള്ളിയുടെ
ചൂടുവെള്ളം നമുക്ക് കുറച്ച് ഇതിലോട്ട് ഒഴിക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാൻ ആ ചൂടുവെള്ളം ഇട്ട് ഇത് ഇളക്കുക. മിക്സ് ചെയ്ത് നമ്മളൊന്ന് ഇളക്കി ഒരു പരുവാകുമ്പോൾ നല്ല കൊഴുമ്പ് പോലെ ആയിരിക്കും, നമുക്കറിയാൻ പറ്റും. ഇപ്പം തന്നെ നല്ലൊരു മണം വരും, നമുക്കറിയാം. നമുക്ക് നല്ല ആസ്വദിക്കുന്നൊരു മണം വരും. നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇളക്കി ഒന്ന് തിളച്ച് ചട്ടിയിലാകുമ്പോൾ തിളച്ച് ഇപ്പം തന്നെ ഒരു മണം വരുന്നുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഇളക്കുക. വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഇളക്കി തീ കുറച്ചൊന്ന് കൂട്ടി വെക്കാം. ഒരുപാട് വേണ്ട. അന്നേരം നമുക്കതിലോട്ട് മീനെടുത്തിടാം. നല്ല ചാള കഴുകി വൃത്തിയാക്കി നമുക്ക് എടുത്തിടാം ഇതിലോട്ട്. എന്നിട്ട് നിന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ചാള കെട്ടി വെച്ച എല്ലാം നമ്മൾ അതിലോട്ട് എടുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് തീ കുറച്ചൊന്ന് കൂട്ടി ഒരാവശ്യത്തിന് കൂട്ടി വെക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഒരു ഉപ്പിടുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. നല്ലപോലെ മീൻ ഉടയുന്ന പോലെയല്ല, നമ്മളൊരു സാവധാനം പെയ്യെ ഒന്ന് ഇളക്കുക. സാവധാനം പെയ്യെ ഒന്ന് ഇളക്കി ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ എല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട ഷെയറും ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. ഇനിയും വീഡിയോസ് ഇടാൻ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. ആ മീൻ ചുറ്റിയിൽ തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും തിളച്ച് വരുന്നത്. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അടച്ചു വെക്കണം. തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ പറ്റാൻ വേണ്ടി അടച്ചു വെക്കണം. അടച്ചു വെക്കുക. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് 15 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. അടച്ചു വെച്ചാൽ മതി. മീൻ പറ്റുമ്പോഴത്തേന് അപ്പോഴത്തേനും എല്ലാം ഒരു പരിധി സെറ്റായി നല്ല സ്വാദിഷ്ടമായ ചട്ടിയിലുണ്ടാക്കുമ്പോൾ തന്നെ നല്ല മണമായിരിക്കും അതിന്. ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കിയാൽ നല്ല മണം വരുന്നുണ്ട്. ഇപ്പം തന്നെ നല്ല തിളച്ച് മറിയുന്ന ചാളക്കറിയാണ്. എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേഗം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റമാണ്. അത് ചട്ടിയിലുണ്ടാക്കുമ്പോൾ പ്രത്യേക സ്വാദായിരിക്കും ചാളക്കറിക്ക്. തീ സ്വല്പം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ, കാരണം ഇച്ചിരി നല്ല പോലെ തിളയ്ക്കുന്നുണ്ട്. തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. നമ്മളുടെ ചാള ഒന്ന് എടുത്ത് നോക്കാം. എടുത്ത് നോക്കുമ്പോൾ തന്നെ അത് കാണാൻ പറ്റും തിളച്ച് മറിയുന്ന ചാളക്കറി. ഇടയ്ക്കൊന്ന് ഇളക്കുക. ഇടയ്ക്കൊന്നുകൂടെ ഇളക്കുക. ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒന്നുകൂടെ നമുക്ക് അടച്ചു വെച്ച മത്തിക്കറി എന്ന് പറയും, ചാളക്കറി പറയും. നമുക്ക് അടച്ച ചാളക്കറി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് വെച്ചിട്ടുണ്ട് മുകളിൽ. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് നമുക്ക് വേഗം നല്ലൊരു രുചി അറിയാൻ പറ്റും. ചാളക്കറി തിളയ്ക്കുന്ന വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് കരിവേപ്പില അതിന് കറിവേപ്പില ഒന്നിട്ട് കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലിട്ട് നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇളക്കുന്നതെന്ന് വെച്ചാൽ ചാള ഒരിക്കലും ഉടയുന്ന പോലെ ഇളക്കല്, പെയ്യെ ഇളക്കി കൊടുത്താൽ മതി. പെയ്യെ ഒന്ന് ഇളക്കി കൊടുക്കുക. തിളച്ച് മറിയുമ്പോൾ അതിൻ്റെ ഒരു സ്വാദ് നമ്മുടെ മൂക്കിലോട്ട് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. മീനിൻ്റെ ഇപ്പോഴത്തെ ഒരു ചാളക്കറിയുടെ ഇപ്പോഴത്തെ ഒരു മണം നല്ല
നമുക്കൊരു പ്ലേറ്റ് എടുത്ത് വിളമ്പാൻ സമയമായി. ഒരു 10-15 മിനിറ്റോളം വെച്ചാൽ തിളയ്ക്കുമ്പോൾ നമുക്കൊരു പാത്രം എടുത്ത് നമുക്കതിലോട്ട് ഒന്ന് വിളമ്പി നോക്കാം. നല്ല പീസുകളൊക്കെ ഉടയാതെ നമുക്കൊന്ന് വിളമ്പി നോക്കാം. എന്തോ ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല ചാളക്കറി, അത് നല്ല നാടൻ ചട്ടിയിലുണ്ടാക്കിയ നല്ല ചാളക്കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.